ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നത് കോൺഫ്ലോർ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ബൗളിലേക്ക് അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കോൺഫ്ലോർ എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ അരക്കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അരക്കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കോൺഫ്ലോറിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ അരക്കപ്പാണ് കോൺഫ്ലോർ എടുത്തത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് കോൺഫ്ലോറിന് ഇത് അത്യാവശ്യം മധുരമുണ്ട്. എന്നാലും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1.25 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ആദ്യമേ തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ കട്ട പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈ എടുക്കാതെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായി വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ദാ നോക്ക്, നേരത്തെ ഇതിൽ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായി തിക്കായി കുറുകി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫുഡ് കളറാണ്. അപ്പോൾ നമ്മൾ ഏത് കളറിലെ ഹൽവയാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ചിട്ട് കളറും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കളറ് എല്ലാ സൈഡിലോട്ടും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് കുറുകി പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ ആ ഒരു പാകത്തിനാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വീണ്ടും 1 സ്പൂൺ കൂടി നെയ്യ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നേരത്തേതിലും കുറച്ചും കൂടി ഒന്ന് തിക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ വീണ്ടും രണ്ടാമത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം വീണ്ടും ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതാ ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഒക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് വെക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടോടുകൂടി തന്നെ വെക്കുക. ഇപ്പോൾ ദാ ഹൽവ പാത്രത്തിൽ നിന്നുമൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനായതിനു ശേഷം വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനുള്ളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഒക്കെ കട്ട് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ആ സമയത്ത് ഇത് നന്നായിട്ട് തണുത്തൊന്ന് സെറ്റായി വരും. ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ദാ 1 അവറിന് ശേഷം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം.
ഇതാ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹൽവയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയുമല്ലോ, നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്